അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 139. എന്നാ മക്കള് പോയി ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തോ, ചിത്തിര പൊന്നൂനോടും സൗബിയോടായിട്ട് പറഞ്ഞു. അപ്പോഴേക്ക് ജ്വാലയും ഹാളിലേക്ക് എത്തിയിരുന്നു. ആ, ഞങ്ങൾക്കുള്ള റൂം ഏതാ അമ്മേ? പൊന്നു ചോദിച്ചു. എൻ്റെ റൂമിലേക്ക് വന്നോ, നമുക്ക് 3 പേർക്കും അവിടെ കിടക്കാം, മീനു പുഞ്ചിരിയോടെ പറഞ്ഞു. അവളുടെ പറച്ചിൽ കേട്ട് മോഹനും ചിത്തൂനും ചെറിയൊരു അത്ഭുതം തോന്നാതിരുന്നില്ല. അന്ന് ലച്ചു അവളുടെ റൂം യൂസ് ചെയ്തപ്പോൾ പോലും അവളിൽ ഒരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു എന്നവർ ഓർത്തു. പക്ഷെ ഇപ്പോ അവളുടെ സംസാരത്തിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലായി അവൾ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അത് പറഞ്ഞതെന്ന്. ആ, അത് ശരിയാ പൊന്നു, മീനുവിന്റെ റൂമിൽ തന്നെ തങ്ങിക്കോ നീയും സൗബിയും, ജ്വാലയും പറഞ്ഞു. ഓക്കെ, ഏതാ മീനാക്ഷിയുടെ റൂം? പൊന്നു ചോദിച്ചു. ദേ അത് തന്നെയാ, മീനു ഹാളിൽ നിന്ന് നേരെ സൈഡിലുള്ള റൂമിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഓക്കെ, താങ്ക്സ് മീനാക്ഷി. പൊന്നു എന്നെ മീനു എന്ന് വിളിച്ചോ, ഞാനെന്തായാലും നിന്നെ പൊന്നു എന്നാ വിളിക്കുക. മീനു പറഞ്ഞതും പൊന്നു അവളെ നോക്കി ചിരിച്ചു കൊടുത്തു. ഓക്കെ, അല്ലെങ്കിൽ മീനാക്ഷി എന്ന് നീട്ടി വിളിക്കുന്നേക്കാൾ സുഖം മീനു എന്ന് വിളിക്കാൻ തന്നെയാ, പൊന്നു പറഞ്ഞു. അതാണ്, മീനുവും ചിരിച്ചു. എന്നാ ഞാൻ പോയി ഇതൊക്കെ കൊണ്ട് റൂമിൽ വെച്ചിട്ട് വരാം, സൗബി നീയും വാ, പൊന്നു സൗബിയോടും കൂടി പറഞ്ഞ് മീനു കാണിച്ചു കൊടുത്ത റൂമിലേക്ക് നടന്നു. ഞാനൊന്നുമില്ല, ഗൗരവത്തോടെ പെട്ടെന്ന് സൗബി പറഞ്ഞു. അതും കേട്ടുകൊണ്ടാണ് സിറ്റ് ഔട്ടിൽ നിന്നും അഗ്നി അകത്തേക്ക് കയറി വന്നത്. അതെന്താ, നീ ബാഗ് കൊണ്ടുവയ്ക്കുന്നില്ലേ? പൊന്നു ചോദിച്ചു. ഉണ്ട്, പക്ഷെ എനിക്ക് ആ റൂം വേണ്ട, എനിക്ക് തനിച്ചൊരു റൂം വേണം, അവൾ വാശിയോടെ പറഞ്ഞു. അഗ്നിയുടെ മുഖം കനത്തു. ജ്വാല അവളെ തുറച്ചു നോക്കി. അതെന്താ സൗബി, അത്ര പരിചയമില്ലാത്ത വീടല്ലേ, മീനുവിന്റെ റൂം എടുത്തോ? ജ്വാല പറഞ്ഞു നോക്കി. വേണ്ടെന്ന് പറഞ്ഞില്ലേ, എനിക്ക് പ്രൈവസി വേണം, അതുകൊണ്ട് തനിച്ചൊരു റൂം വേണം, സൗബി തീർത്തും പറഞ്ഞു. ചിത്തിര അവളെ ഇഷ്ടക്കേടോടെ നോക്കി. ആ, എന്നാ ദേ അത് അച്ഛൻ്റെ അമ്മയുടെ റൂമാ, അതിൻ്റെ അപ്പുറത്തുള്ള റൂം സൗബനിക എടുത്തോ, അഗ്നി ഗൗരവത്തോടെ പറഞ്ഞു. സൗബി അപ്പോഴാണ് അവനെ കാണുന്നത്. എനിക്ക് മുകളിൽ റൂമുണ്ടല്ലോ, അതിലൊന്നു മതി, അവിടെ ആവുമ്പോൾ നല്ല ഫ്രഷ് എയറൊക്കെ കിട്ടും, അവൾ ആവേശത്തോടെ പറഞ്ഞു. അപ്പുവിൻ്റെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റൂമാണ് അവൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാത്രിയെങ്കിലും പോയിട്ട് അവനോട് സംസാരിക്കാലോ എന്ന പ്ലാനിലാണ് സൗബി. വല്ലാതെ ശുദ്ധവായു വേണമെന്നുണ്ടെങ്കിൽ നീ മംഗലത്തേക്ക് എന്നെ പൊയ്ക്കോ സൗബി, അവിടെ ആവുമ്പോൾ നിനക്ക് ആവശ്യത്തിനുള്ള എയർ കിട്ടും, പൊന്നു അവൾ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ പറഞ്ഞു. അതെ അതെ, വെറുതെ ഓരോന്ന് പറഞ്ഞ് ഇവിടെ നേരിലാവണ്ട, മീനു സൗബിക്കിട്ടൊന്ന് കൊട്ടി. സൗബി രണ്ടുപേരെയും ദേഷ്യത്തോടെ നോക്കി. എനിക്ക് എന്തായാലും മീനാക്ഷിയുടെ റൂം വേണ്ട, താഴത്തെ റൂമും വേണ്ട, മുകളിലുള്ള റൂം മതി, അവൾ വാശിയോടെ പറഞ്ഞു. മോഹൻ അവളോട് രണ്ടു പറയാൻ നാക്ക് ധരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വന്നു കയറിയപ്പോൾ തന്നെ അവളെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതി അയാൾ മൗനം പാലിച്ചു. പക്ഷെ അവളുടെ വാശി നിറഞ്ഞ സ്വരത്തിൽ അഗ്നിയുടെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം കൂടിപ്പോയിരുന്നു. ഞാനെൻ്റെ ബാഗെല്ലാം മുകളിൽ റൂമിൽ കൊണ്ടുവച്ചിട്ട് വരാം, അതും പറഞ്ഞ് സൗബി സോഫയിൽ നിന്നും എഴുന്നേറ്റ് മുകളിലേക്ക് നടക്കാനൊരുങ്ങി. അഗ്നി അവളോട് ദേഷ്യത്തോടെ എന്തോ പറയാനൊരുങ്ങിയതും അതേ നിമിഷം തന്നെ അവിടെ ജ്വാലയുടെ ശബ്ദം ഉയർന്നു കേട്ടു. സൗബിക്ക് തോന്നിയ റൂം ഉപയോഗിക്കാൻ ഇത് നിന്റെ വീടല്ല, നിന്റെ വീടാ, വേണമെങ്കിൽ താഴെയുള്ള ഈ റൂം എടുത്തോ, ഇനി അതും വേണ്ടാന്നാ വാശിയെങ്കിൽ മീനൊരു റൂമിൽ തന്നെ കിടക്കേണ്ടി വരും, എത്ര വാശി പിടിച്ചാലും അവിടെ തന്നെ നിന്നെ കിടത്തും ഞാൻ, അല്ലെങ്കിൽ ഹാളിൽ കിടന്നോ. എല്ലാവരും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് ജ്വാലയുടെ ശബ്ദം ദേഷ്യത്തോടെ അവിടെ ഉയർന്നു പോയി. അഗ്നിയുടെ കണ്ണു മിഴിഞ്ഞു. ചിത്തുവിൻ്റെയും മോഹൻ്റെയും പൊന്നുവിൻ്റെയും മീനുവിൻ്റെയും എല്ലാം അവസ്ഥ അതുതന്നെയായിരുന്നു. സൗബി ജ്വാലയെ പകപ്പോടെ തിരിഞ്ഞു നോക്കി. പൂച്ചക്കണ്ണുകൾ തുറപ്പിച്ച് ദേഷ്യം കൊണ്ട് ചുവന്ന മുഖത്തോടെ നിൽക്കുന്ന അവളെ കണ്ട് സൗബിയുടെ കണ്ണുകൾ വികസിച്ചു പോയി. ജ്വാലയുടെ ശബ്ദം ആദ്യമായി അവിടെ ഉയർന്നു ഞെട്ടൽ എല്ലാവരിൽ നിന്നും മാറിയതും ചിത്തുവും മോഹനും മീനുവും പൊന്നും അവളെ അത്ഭുതത്തോടെ നോക്കി. ജ്വാല തന്നെയാണോ ഇപ്പോ ഇതൊക്കെ പറഞ്ഞ്? പൊന്നുവിന് അത്ഭുതം തോന്നി. പക്ഷെ അഗ്നിയുടെ നോട്ടം മുഴുവൻ ജ്വാലയുടെ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖത്തായിരുന്നു. അവളുടെ ഉണ്ടക്കണ്ണുകൾ തുറപ്പിച്ചുള്ള നിൽപ്പ് കണ്ട് അവന് ചിരി വന്നു. യക്ഷി, അവൻ ചുണ്ട് കടിച്ചു പിടിച്ച് പതിയെ പറഞ്ഞു. സൗബി അവളെ അപ്പോഴും പകച്ചു നോക്കുകയാണ്. ജ്വാല, നീയിപ്പോ എന്താ പറഞ്ഞേ? സൗബി ചോദിച്ചു. ഞാൻ പറഞ്ഞ നീ കേട്ടില്ലേ, വേണമെങ്കിൽ ആ റൂം എടുത്തോ, അല്ലെങ്കിൽ ദാ ഈ ഹാളിൽ കിടന്നോ, ഇവിടെ വാതിലും ചെല്ലൊക്കെ തുറന്നിട്ടാ നല്ല ശുദ്ധവായു കിട്ടും, അവൾ പറഞ്ഞതും പൊന്നു ചിരിച്ചുപോയി ആ പറച്ചിൽ കേട്ട്. മീനു ചിരിയൊതുക്കി വാപ്പുത്തി പിടിച്ചു. ചിത്തൂന്റെ ചുണ്ടിൽ ഒരു ചിരിയുണ്ട്. സൗബിയുടെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. നീ എന്താ ജ്വാല, എന്നെ കളിയാക്കുകയാണോ? എന്ത് ബാഡ് ക്യാരക്ടറാ നിന്റെ, വീട്ടിലേക്ക് ഒരാളെ വിളിച്ചു വരുത്തി ഇങ്ങനെയൊക്കെ അപമാനിക്കാൻ നിന്നെ ആരാ പഠിപ്പിച്ചേ? നിൽക്ക്, ഞാൻ മാമനോട് പറയുന്നുണ്ട് നിന്റെ ഈ മാറ്റം. പണ്ടത്തെ ഓർമ്മയിൽ അവളെ പേടിപ്പിക്കാൻ നോക്കുകയാണ് സൗബി. അങ്ങനെ പേടിപ്പിച്ച് വളർത്തിയതാണല്ലോ മംഗലത്തുകാരവളെ. അഗ്നി ഒന്നിലും ഇടപെടാതെ ഒന്നും മിണ്ടാതെ ചുമരിലേക്ക് ചാരി നിന്ന് ഒരു കാഴ്ചക്കാരൻ മാത്രമായി. ജ്വാല നെഞ്ചിൽ കൈകെട്ടി നിന്ന് അവളെ നോക്കി. നോക്ക് സൗബി, നിന്നെ ഞാൻ അപമാനിച്ചിട്ടില്ല, ഇവിടെ ആരും അപമാനിച്ചിട്ടില്ല, നല്ല രീതിയിലല്ലേ ദേവേട്ടൻ നിന്നോട് ആ റൂം എടുത്തോളാൻ പറഞ്ഞ്, അപ്പം നീ മുകളിലെ റൂം തന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചാൽ എങ്ങനെയാ?
ആ വാശി ഇവിടെ നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ജ്വാല ഗൗരവത്തോടെ പറഞ്ഞു. സൗബി അവളെ പല്ലുകടിച്ചു നോക്കി. ആ പിന്നെ വെല്ലച്ചന്റെ പേര് പറഞ്ഞിട്ട് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട കേട്ടോ. അങ്ങനൊരു പേര് കേൾക്കുമ്പോഴേക്കും നിന്ന് വിറച്ചിരുന്ന ജ്വാല ഉണ്ടായിരുന്നു. ആ ജ്വാല ഇന്നില്ല, ഇനി ഉണ്ടാവുകയില്ല. ജ്വാല ദേഷ്യം കൊണ്ട് തിളച്ചു. അഗ്നിയുടെ ചുണ്ടിൽ മനോഹരമായൊരു ചിരി വിരിഞ്ഞു. അതേ ചിരിയോടെ അവൻ ഫോൺ കയ്യിലെടുത്ത് അതിൽ അവളുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ജ്വാല! സൗബി അലറി. ശബ്ദം ഉണ്ടാക്കല്ലേ സൗബി, എനിക്ക് ദേഷ്യം വരണുണ്ട്, ജ്വാല പറഞ്ഞു. അതോടുകൂടി അവളുടെ വാടഞ്ഞു. ആ പിന്നെ ഇതിനിടയ്ക്ക് നീ പറഞ്ഞ മറ്റൊരു കാര്യം, നിന്നെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന് പറഞ്ഞല്ലോ. സത്യം പറഞ്ഞാ നീ ഇങ്ങോട്ട് വന്നതില് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ സൗബി. പക്ഷെ ഞാൻ നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല. എന്റെ പൊന്നൂനെ ഇങ്ങോട്ട് ക്ഷണിച്ചിരുന്നു, അവളും വരാന്ന് സമ്മതിച്ചു. അത് കേട്ട് നീയും പൊന്നൂന്റെ കൂടെ വരാന്ന് പറഞ്ഞതല്ലേ, അല്ലാതെ ഞാൻ പറഞ്ഞതാണോ? നല്ലോണം ഓർത്തു നോക്കിയേ. ജ്വാല അവളെ കണ്ണുകൂർപ്പിച്ചു നോക്കി. സൗബിയുടെ മുഖം വിളറി വെളുത്തുപോയി. ഐഷ്, എന്താ ചേല് ഇപ്പൊ ആ മുഖം ഒന്ന് കാണാൻ, ചുവന്ന തക്കാളി നീര് പറ്റിയതുപോലെയുണ്ട്. മീനു സൗബിയെ നോക്കി കളിയാക്കി പറഞ്ഞു. മീനാക്ഷി! സൗബി ദേഷ്യത്തോടെ വിളിച്ചു. വേണമെങ്കിൽ പോയിട്ട് ആ റൂം എടുത്തോടി, നിനക്ക് എൻ്റെ റൂം വേണ്ടല്ലോ. അല്ലെങ്കിലും ഒറ്റക്കുരങ്ങൾ എപ്പോഴും അങ്ങനെയാന്ന് എൻ്റെ അച്ഛനമ്മയും പറയാറുണ്ട്. കൂട്ടത്തിൽ ചേരില്ല, അവരത് എന്നെ ഉദ്ദേശിച്ചാ പറയാറെപ്പോഴും. എനിക്കെല്ലാം ഒറ്റയ്ക്ക് വേണമെന്ന വാശിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പേരിപ്പോൾ ഏറ്റവും ആപ്റ്റാവുന്ന നിനക്കാണെന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പൊന്നുമോള് ചെല്ല്, മീനാക്ഷി അവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. സൗബിക്ക് എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടതുപോലെ തോന്നി. അതിനേക്കാൾ ആരും തനിക്ക് വേണ്ടി ഒരു അക്ഷരം പോലും പറയുന്നില്ല എന്നത് അവളിൽ കൂടുതൽ ദേഷ്യമുണ്ടാക്കി. മീനു, മിണ്ടാതെ നിൽക്ക്, ആ സമയം തന്നെ ചിത്തു അവളോട് പറഞ്ഞു. ഓ, ഞാനൊന്നും പറയുന്നില്ല, മീനു ചുണ്ടുകൊട്ടി. സൗബി, നിനക്ക് ഏത് റൂമാ വേണ്ടേന്ന് ഉറപ്പിച്ചോ? പൊന്നു അവളെ നോക്കി പുരികമുയർത്തി. അവളും തന്നെ കളിയാക്കുകയാണെന്ന് സൗബിക്ക് മനസ്സിലായെങ്കിലും അവൾ പ്രതികരിച്ചില്ല. വന്ന ഉടനെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടിയിരുന്നില്ല എന്ന് സൗബി വല്ലായ്മയോടോർത്തു. ഇപ്പൊ എല്ലാവർക്കും മുന്നിൽ നാണം കെട്ടതുപോലെ ആയി. അതിനേക്കാൾ ജ്വാല അവളുടെ മാറ്റം വിശ്വസിക്കാനാവുന്നില്ല. അവൾ കൈകൾ ദേഷ്യത്തോടെ കോർക്കഴിക്കുകയും ചെയ്തു. സൗബി, ഏത് റൂമാ വേണ്ടേ, അതോ ഹാള് മതിയോ? ജ്വാല ഒരിക്കൽ കൂടി ചോദിച്ചു. സൗബി അവളുടെ മുഖത്തേക്ക് നോക്കി. അത് താഴത്തെ റൂം തന്നെ മതി, ഞാൻ ബാഗ് കൊണ്ടുവച്ചിട്ട് വരാം, ജ്വാലയെ നോക്കി അവൾ പതിയെ പറഞ്ഞു. ജ്വാല ചിരിയോടെ തലയും നാട്ടി. സൗബി ചിത്തു കാണിച്ചു കൊടുത്ത റൂമിലേക്ക് കയറി വാതിൽ കൊട്ടിയടച്ചു. ജ്വാല കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി. ആ അടി നനക്കുള്ളാന്ന് തോന്നുന്നു, പൊന്നു ജ്വാലയോട് ചിരിയോടെ പറഞ്ഞു. ജ്വാലയും ചിരിച്ചുപോയി. പക്ഷെ പെട്ടെന്ന് പുറകിലൂടെ തന്റെ വയറിലൂടെ 2 കൈകൾ മുറുകിയതും ജ്വാല വിറച്ചുപോയി. ദേവേട്ടാ! അവൾ ആ കൈകൾക്ക് മുകളിൽ കൈകൾ വെച്ചു. എല്ലാവരും അവരെ ചിരിയോടെ നോക്കി. അഗ്നി അവളുടെ ഷോൾഡറിൽ താടി കുത്തിവെച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു. ദേവേട്ടാ, എന്താ? അവള് വിക്കി. അപ്പന്റെ പൂച്ചക്കുട്ടിക്ക് ഇങ്ങനെ പുലിക്കുട്ടി ആവാനൊക്കെ അറിയാലേ. ഞാൻ പോലും വിറച്ചുപോയി എന്റെ യക്ഷി, അഗ്നി അവളോട് കുറുമ്പോടെ പറഞ്ഞു. ജ്വാലയുടെ മുഖത്ത് ചമ്മല് നിറഞ്ഞുപോയി. അവൾ എല്ലാരെയും നോക്കി ഇളിച്ചു കൊടുത്തു. പക്ഷെ അപ്പോഴും അഗ്നിയുടെ കൈ അവളിൽ മുറുകി തന്നെ ഇരുന്നു. എന്നാലും നിനക്ക് ഇങ്ങനെയൊക്കെ പറയാനറിയോ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല, പൊന്നു ജ്വാലയോട് അത്ഭുതത്തോടെ ചോദിച്ചു. അത് പിന്നെ, ജ്വാലയ്ക്ക് പൊന്നു പറയുന്നത് കേട്ട് ജാളിത തോന്നി. അത്രയൊക്കെ പറഞ്ഞോ ഞാൻ? അവൾ അതാണ് ആലോചിച്ചത്. പിന്നെ നീ എന്താ പൊന്നു എന്റെ കുഞ്ഞിനെ കുറിച്ച് വിചാരിച്ചേ? ഇവള് വലിയ പുള്ളിയാ, ഇവിടെ എല്ലാരെയും വരച്ച വരയിൽ നിർത്തും, അഗ്നി കുറുമ്പോടെ പറഞ്ഞു. ദേവേട്ടാ! ജ്വാല ചിണുങ്ങിക്കൊണ്ട് അവനിൽ നിന്നൊന്ന് കുതറി. അഗ്നി അവളിൽ നിന്നും പിടി അയച്ചു. ജ്വാല അവനെ കൂർപ്പിച്ചൊന്ന് നോക്കി. എന്താടി, ഞാൻ സത്യല്ലേ പറഞ്ഞേ? ഈ യക്ഷിക്കണ്ണും തുറപ്പിച്ച് നീ ഞങ്ങളെയൊക്കെ വരച്ച വരയിൽ നിർത്തുന്നില്ലേ? അഗ്നി പുരികമുയർത്തി. അഗ്നിയേട്ടനെ? പൊന്നു ചോദിച്ചു. ആ, എന്നെയൊക്കെ എന്നോ ഒതുക്കി കളഞ്ഞില്ലേ ഇവള്, അഗ്നി നിശ്വസിച്ചു. പൊന്നോ മീനു ചിരിച്ചുപോയി. ദേവേട്ടാ, എന്തൊക്കെയാ പറയണേ? പൊന്നു, കള്ളം പറയാട്ടോ ദേവേട്ടൻ, അങ്ങനെയൊന്നുമില്ല. ഇത് സൗബി വല്ലാതെ വാശി കാണിച്ചപ്പോ എനിക്ക് ദേഷ്യം വന്നിട്ടാ, ജ്വാല അഗ്നിയെ തറപ്പിച്ചു നോക്കി പൊന്നൂനോട് പറഞ്ഞു. ഇതിലും ദേഷ്യം തോന്നുന്ന എത്രയോ കാര്യങ്ങള് മംഗലത്തൊന്നും നിനക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം മൗനം പാലിച്ചവളല്ലേ നീ, പിന്നെന്തിനാ ഇപ്പൊ പ്രതികരിച്ച്? ഇതൊരു ചെറിയ കാര്യല്ലേ, പൊന്നു അവളെ ചൊടിപ്പിച്ചു. അത് അന്നെനിക്ക് എല്ലാരെയും പേടിയായിരുന്നു, ഇന്ന് അങ്ങനെയല്ല, കുറച്ചൊക്കെ ധൈര്യമുണ്ട്, അവള് പറഞ്ഞതും അഗ്നിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി മിന്നി. ഓഹോ, ആരാണാവോ നിനക്ക് ഇത്രയും ധൈര്യം തന്നെ? ചിത്തുവിൻ്റെതായിരുന്നു ആ ചോദ്യം. അമ്മയ്ക്ക് അറിയില്ലേ? ജ്വാല ചിത്തുവിനെ കൂർപ്പിച്ചൊന്ന് നോക്കി. ഞങ്ങൾക്കൊന്നും അറിയില്ല, മോഹനും പറഞ്ഞു. നിന്റെ ദേവേട്ടൻ അല്ലാതാരാ? നിന്റെ ദേവേട്ടനുള്ളപ്പോ ഞാൻ ആരെയും പേടിക്കേണ്ടേ? എനിക്ക് ആരെയും പേടിയില്ല, ജ്വാല വീറോടെ പറഞ്ഞു. പൊന്നു അഗ്നിയെ ബഹുമാനത്തോടെ നോക്കി. അവൾ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ മാറ്റിയെടുത്തതുകൊണ്ട് അഗ്നി ജ്വാലയെ പ്രണയത്തോടെ നോക്കുന്നുണ്ട്. അവളുടെ കണ്ണുകളും അവനിൽ മാത്രമായിരുന്നു. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും
അനുരാഗമേ. അവരുടെ നോട്ടം കണ്ട് മീനു ഒരു ഫ്ലോയിൽ പാടി. ഡി അഗ്നി അവളെ നോക്കി കലിയോടെ വിളിച്ചു. ഞാൻ വെറുതെ. അവൾ ഇളിച്ചു. വാങ്ങിക്കൂട്ടോ, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. മീനു അപ്പോഴും നിന്ന് ഇളിക്കുന്നുണ്ട്. മോളെ പൊന്നു, പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, അമ്മ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചിത്തു പറഞ്ഞു. ആണോ, എന്നാ ദേ വരണോ. ജ്വാല, അഗ്നിയേട്ടാ, ഞാൻ ഇപ്പൊ വരാട്ടോ. അതും പറഞ്ഞു പൊന്നു മീനുവിന്റെ റൂമിലേക്ക് നടന്നു. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവളൊന്ന് നിന്നു. എന്താ മോളെ, മോഹൻ സംശയത്തോടെ ചോദിച്ചു. അത് അതച്ചാ, അപ്പേട്ടൻ അല്ല അരവേട്ടൻ എവിടെ പോയതാ, ഇതുവരെ കണ്ടില്ലല്ലോ, അവള് ചോദിച്ചു. അഗ്നിയും ജ്വാലയും അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പെണ്ണിന്റെ ചുണ്ടിൽ നേരിയൊരു പുഞ്ചിരിയുണ്ട്. അത് കണ്ട് ജ്വാലയും അഗ്നിയും മുഖത്തോട് മുഖം നോക്കി. അവൻ ഓഫീസിൽ പോയി മോളെ, ചിത്തു പറഞ്ഞു. പൊന്നു മൂളിക്കൊണ്ട് റൂമിലേക്ക് നടന്നു. എന്തിനാ പൊന്നു അപ്പൂനെ അന്വേഷിക്കുന്നേ, അഗ്നി കുറുമ്പോടെ ചോദിച്ചു. പൊന്നു അവനെ തിരിഞ്ഞു നോക്കി ഒരു കള്ളച്ചിരിയോടെ. വെറുതെ, അവള് പറഞ്ഞു. ഓവേ, നീ വരുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാ ഇന്നവൻ ഓഫീസിലേക്ക് പോയതന്നെ, അഗ്നി പറഞ്ഞതും അവളുടെ മുഖം വീർത്തുപോയി. ഓ, ഇങ്ങോട്ടന്നെ വരുമല്ലോ, ശരിയാക്കി കൊടുക്കാൻ ഞാൻ, മുഖം വീർപ്പിച്ച് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ റൂമിലേക്ക് കയറിപ്പോയി. ജ്വാലയും അഗ്നിയും ചിരിയോടെ അവൾ പോകുന്നതും നോക്കി നിന്നു. ഞാനും ഇപ്പൊ വരാം, അതും പറഞ്ഞ് മീനു അവിടെ നിന്ന് റൂമിലേക്ക് പോയി. വാ മോഹനേട്ടാ, മക്കൾ ഡ്രസ്സ് മാറ്റി വരുമ്പോഴേക്കും ചായ എടുക്ക, അതും പറഞ്ഞ് ചിത്തു കിച്ചണിലേക്ക് പോയി. പിറകെ തന്നെ മോഹനും. അവർക്ക് പിറകെ കിച്ചണിലേക്ക് പോവാനൊരുങ്ങിയ ജ്വാലയെ അഗ്നി പെട്ടെന്ന് വലിച്ച് തന്റെ നെഞ്ചിലേക്ക് ഇട്ടു. ദേവേട്ട, വിട്, വിടുന്നേ, അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. അവൻ പെട്ടെന്ന് അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. ജ്വാല അവനെ ഒരു പിടപ്പോടെ നോക്കി. ഇഷ്ടായി എനിക്ക്, എൻ്റെ കുഞ്ഞ് ഇത്രയും ധൈര്യത്തിലൊക്കെ സംസാരിക്കാൻ പഠിച്ചുല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമായി, അവൻ ആർദ്രമായി പറഞ്ഞു. എല്ലാം ദേവേട്ടൻ കാരണമല്ലേ, അവളുടെ സ്വരം അത്രത്തോളം മൃദുലമായി. അഗ്നി അവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു. ജ്വാല അവനിലേക്ക് ഒന്നുകൂടി പതുങ്ങി നിന്നു. രാത്രിയിൽ സിറ്റ് ഔട്ടിൽ അപ്പൂനെ കാത്തിരിക്കുകയാണ് ചിത്തുവും മോഹനും. അവർക്കൊപ്പം തന്നെ സൗബി ഇരിക്കുന്നുണ്ട്. ജ്വാല നേരത്തെ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം സൗബി ചിത്തുവിനോടും മോഹനോടും അല്ലാതെ ആരോടും ഇതുവരെ അങ്ങോട്ട് പോയി സംസാരിച്ചിട്ടില്ല. ചിത്തുവിനോടും മോഹനോടും പോലും എന്തെങ്കിലും കാര്യത്തിന് മാത്രമേ അവൾ സംസാരിക്കുന്നുള്ളൂ. അപ്പു വരാറായിന്ന് ചിത്തുവിന്റെ വായിന്ന് കേട്ടറിഞ്ഞ സന്തോഷത്തിലാണ് അവളും. അതുകൊണ്ട് തന്നെ അവളും അവനെ നോക്കി അവർക്കൊപ്പം ഇരിക്കുന്നുണ്ട്. ചിത്തുവിനും മോഹനും അവളുടെ സ്വഭാവം കാരണം അവളോട് മനസ്സിൽ നല്ല ദേഷ്യമാണ്. എങ്കിലും അത് പുറമെ കാണിക്കാതെ അവളോട് അവളുടെ പഠിത്തത്തെക്കുറിച്ചെല്ലാം അവർ ചോദിക്കുന്നുണ്ട്. അവൾ താല്പര്യമില്ലാതെ അതിനെല്ലാം മറുപടിയും പറയുന്നുണ്ട്. അഗ്നി ഹാളിലിരുന്ന് ന്യൂസ് ചാനൽ കാണുകയാണ്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവന്റെ കണ്ണുകൾ സ്റ്റെയറിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ജ്വാലയും പൊന്നുവും മീനുവും ചേർന്ന് ഒളിച്ചു കളിക്കുകയാണ്. കുറെ നേരമായി കളി തുടങ്ങിയിട്ട്. മീനുവാണ് കളി തുടങ്ങി വെച്ചത്. ജ്വാല ഇല്ലാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെങ്കിലും പൊന്നുവും മീനും അവളെ നിർബന്ധിച്ച് കൂടെ കൂട്ടി. അഗ്നിയും അവളോട് പോയി കളിച്ചോ, പക്ഷെ ഓടിയിട്ട് എവിടെയെങ്കിലും വീണ മൂന്നിനും തല്ലുവിട്ടെന്ന് പറഞ്ഞിട്ടാണ് കളിക്കാൻ പറഞ്ഞു വിട്ടത്. സൗബിയൻ ജ്വാല വിളിച്ചെങ്കിലും ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ലാന്ന് പറഞ്ഞ് അവരെ പുച്ഛിച്ചുകൊണ്ട് അവള് ഒഴിഞ്ഞു മാറി. പൊന്നൂനും ജ്വാലയ്ക്കും മീനുവിനും പിന്നെ അതൊന്നും ഒരു പ്രശ്നേ ആയിരുന്നില്ല. ആദ്യമായി എണ്ണുന്നത് മീനു ആയിരുന്നു. ജ്വാലയും പൊന്നു ആ സമയം കൊണ്ട് ഒളിക്കും. മീനു കണ്ടുപിടിക്കണം. ഹാളിൽ അഗ്നിയുടെ പുറകിലൊക്കെ ഒളിച്ചിരുന്നുകൊണ്ടായിരുന്നു ജ്വാലയുടെ കളി. പിന്നെ പിന്നെ മൂന്നെണ്ണവും സ്റ്റെയറിലായി കളി. ഇപ്പൊ അതും കഴിഞ്ഞ് മുകളിൽ റൂമിലാണ്. അതുകൊണ്ട് തന്നെ അഗ്നി ടെൻഷനോടെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. ജ്വാല അവിടെ നിന്നെങ്ങാനും വീണാലോ എന്ന ടെൻഷനാണ് അവന്. ഇപ്പൊ പൊന്നുവാണ് മീനുവിനെയും ജ്വാലയും കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മീനുവും ജ്വാലയും അഗ്നിയുടെ റൂമിലാണ് ഒളിച്ചു നിൽക്കുന്നത്. അതേ സമയത്ത് തന്നെ അപ്പുവിന്റെ കാർ കൗസ്തുഭത്തിന്റെ പോർച്ചിലേക്ക് കയറി. അവൻ കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ സിറ്റ് ഔട്ടിലേക്ക് കണ്ണുകൾ പായിച്ചു. ആദ്യം നോട്ടം ചെന്നത് സൗബിയിലേക്കാണ്. അവന്റെ നോട്ടം കണ്ടതും കണ്ണൊക്കെ വിടർത്തി നോക്കുന്നുണ്ട് പെണ്ണ്. അപ്പു അവളിൽ നിന്ന് നോട്ടം മാറ്റി. കണ്ണുകൾ വീണ്ടും ചുറ്റുമോടി. അവള് വന്നിട്ടില്ലേ ഇനി, അപ്പു ആലോചിച്ചു. ഏയ്, അവള് വരാതെ ഈ പല്ലി മാത്രമായിട്ട് വരില്ല, അപ്പു സ്വയമേ പറഞ്ഞു. കാറിന്റെ ശബ്ദം കേട്ട അപ്പോഴേക്കും അഗ്നിയും സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി വന്നിരുന്നു. അപ്പു കാറിൽ നിന്നിറങ്ങി. കയ്യിൽ സ്വീറ്റ്സ് പാക്കറ്റൊക്കെ ആയിട്ടാണ് അവന്റെ വരവ്. അവൻ ഷൂ ഊരി സിറ്റ് ഔട്ടിലേക്ക് കയറി. ജ്വാല എവിടെ അമ്മേ? അപ്പോഴും അവന്റെ കണ്ണുകൾ ഹാളിലൂടെ ആരെയോ തേടിയെന്ന പോലെ അലഞ്ഞു നടന്നു. അവളും മീനും പൊന്നും ഒളിച്ചു കളിക്കുക, വാടാ മുകളിൽ കാണും. അഗ്നിയാണ് അത് പറഞ്ഞത്. അഗ്നിയുടെ വായിന്നും പൊന്നുവിന്റെ പേര് കേട്ടതും അപ്പുവിന്റെ ഉള്ളൊന്നു കുളിർന്നു. ഹോ, അപ്പൊ അവള് വന്നിട്ടുണ്ട്. അവന്റെ ഹൃദയം തുടിച്ചു. ഒളിച്ചു കളിക്കേ, നല്ല കാര്യം, ഞാൻ കുറച്ചുകൂടി നേരത്തെ വരേണ്ടതായിരുന്നു, എന്നാ എനിക്കും കളിക്കായിരുന്നു, അവൻ കുറുമ്പോടെ പറഞ്ഞു. ഈ ചെറുക്കൻ, ചിത്ര അവനെ ചിരിയോടടിച്ചു. അരവേട്ടൻ എന്നെ കണ്ടില്ലേ? ഇത്രയും നേരമായിട്ടും തന്നെയൊന്നും നോക്കാത്ത അപ്പുവിനോട് സൗബി ചോദിച്ചു. ആ കണ്ടല്ലോ, അവൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഇതാമ്മേ, ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം, അവളുമാരെ താഴേക്ക് ഇറങ്ങി വരുമ്പോ കൊടുത്തേക്ക്, ദേ ഇവൾക്കും കൂടെ കൊടുക്ക്. അപ്പു കയ്യിലുള്ള സ്വീറ്റ്സ് പാക്കറ്റ് ചിത്തുവിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇതിലെന്താടാ?
അത് കുറച്ച് സ്വീറ്റ്സാ, ഞാനൊന്ന് പോയി കുളിക്കട്ടെ, വയ്യ, വല്ലാത്ത ക്ഷീണം. അപ്പു അഗ്നിയുടെ തോളിലേക്ക് ചാഞ്ഞു. എന്തു പറ്റിയിടാ? അഗ്നി അവനോട് സ്നേഹത്തോടെ ചോദിച്ചു. ഓ, എന്തു പറ്റാൻ, ആക്ടിങ് ആ കണ്ണ. മോഹൻ പുച്ഛിച്ചു. ഓ, ഈ തന്ത തുടങ്ങി. അപ്പു പിറുപിറുത്തു. നീ എന്തെങ്കിലും പറഞ്ഞോ? മോഹൻ അവനെ നോക്കി പുരികമുയർത്തി. ഓ, ഒന്നും പറഞ്ഞില്ലായേ. അതും പറഞ്ഞ് അപ്പു ഹാളിലേക്ക് കയറി. വേഗം കുളിച്ചിട്ട് വാ അപ്പു, അമ്മ അപ്പോഴേക്കും നിനക്ക് ചായ എടുക്ക. ഞാനും കൂടെ പോവാരവേട്ടാ. സൗബി അപ്പൂനെ നോക്കി നാണത്തോടെ ചിരിച്ച് കിച്ചണിലേക്ക് പോയി. അയ്യേ, അതിനെന്തിനാ ഇവൾ ഇങ്ങനെ നാണിക്കുന്നേ? ആ നാണത്തിൽ എന്തോ ഇല്ലേ? അപ്പു ആലോചിക്കാതിരുന്നില്ല. എന്താടാ? അവന്റെ എന്തോ ആലോചിച്ചുള്ള നിൽപ്പ് കണ്ട് അഗ്നി ചോദിച്ചു. ഏയ്, ഒന്നുമില്ലേട്ടാ, ഞാൻ ഇപ്പൊ വരാം. അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് നടന്നു. മോഹൻ അപ്പോഴേക്കും അയാളുടെ തറവാട്ടിൽ നിന്ന് കോള് വന്നതുകൊണ്ട് അയാളെ സിറ്റ് ഔട്ടിൽ നിന്ന് ഫോണിൽ സംസാരിക്കുകയാണ്. ആ പെണ്ണ് എവിടെയാണാവോ? അപ്പു പിറുപിറുത്തോണ്ട് നടന്നു. മീനുനെ കണ്ടേ? അതേ സമയം തന്നെ അഗ്നിയുടെ റൂമിൽ നിന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് പൊന്നു താഴേക്ക് ഓടി വന്നു. സാറ്റടിക്കാനുള്ള ഓട്ടമാണത്. പൊന്നുവിന്റെ ശബ്ദം കേട്ട് അപ്പുവിന്റെ കാലുകൾ അതിവേഗം മുന്നോട്ട് കുതിച്ചു. പക്ഷേ പെട്ടെന്നുള്ള ഓട്ടത്തിൽ പൊന്നുവിന് ബാലൻസ് കിട്ടിയില്ല. ഒരു സ്റ്റെപ്പിൽ നിന്ന് അവൾ കാലുവഴുതി താഴേക്ക് വീഴാനാഞ്ഞു. ആ, പേടിയോടെ അവളിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു. അപ്പു അപ്പോഴാണ് അവളെ കാണുന്നത്. പക്ഷെ അപ്പോഴേക്കും അവൾ മുന്നോട്ട് ആഞ്ഞുകൊണ്ട് നേരെ അപ്പുവിന്റെ ശരീരത്തിലേക്ക് വീണ് കഴിഞ്ഞിരുന്നു. അമ്മേ! അപ്പുവും പറഞ്ഞുപോയി. അവൻ പെട്ടെന്ന് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. ഇരുവരും ബാലൻസ് കിട്ടാതെ സ്റ്റെപ്പിലേക്ക് ഇടിച്ചു വീഴാൻ ഒരുങ്ങിയെങ്കിലും അപ്പു ഒരുവിധം അവളെ മുറുകെ പിടിച്ച് ചുമരിലേക്ക് ഇടിച്ചു നിന്നു. പക്ഷെ അതേ നിമിഷം ഇടിയുടെ ശക്തിയിൽ പൊന്നുവിന്റെ ചുണ്ടുകൾ അപ്പുവിന്റെ ചുണ്ടിൽ ശക്തമായി അമർന്നുപോയി. അപ്പുവും പൊന്നുവും ഒരുപോലെ വിറച്ചുപോയി. പൊന്നു ഞെട്ടലോടെ അപ്പുവിന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി. അവന്റെ നോട്ടം അവളിൽ തന്നെയായിരുന്നു. കണ്ണുകൾ തമ്മിലിടഞ്ഞു. പൊന്നു! ജ്വാലയുടെ ശബ്ദം കേട്ട് ഇരുവരും ഒരുപോലെ ഞെട്ടി സ്റ്റെയറിന് മുകളിലേക്ക് നോക്കി. അപ്പൂനെയും പൊന്നൂനെയും നോക്കി മിഴിച്ചു നിൽക്കുന്നുണ്ട് ജ്വാലയും മീനും അവിടെ. അവിടെ നടന്ന കിസ്സിങ് അവർ രണ്ടുപേരും വ്യക്തമായി കണ്ടിട്ടുണ്ടെന്ന് അപ്പൂന് മനസ്സിലായി. അവൻ പൊന്നൂന്റെ ഇടുപ്പിൽ നിന്ന് കൈയെടുത്തുകൊണ്ട് പെട്ടെന്ന് ഒരു സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി നിന്നു. പൊന്നു അപ്പോഴും ഏതോ ലോകത്തിൽ നിന്ന പോലെ അപ്പൂനെ നോക്കുന്നുണ്ട്. അപ്പു മുഖം അമർത്തി തുടച്ച് നേരെ നോക്കിയത് ഹാളിലേക്കാണ്. സബാഷ്, അവൻ അറിയാതെ പറഞ്ഞുപോയി. അവിടെ നെഞ്ചിൽ കൈകെട്ടി നിന്ന് അവനെ കൂർപ്പിച്ചു നോക്കുന്ന അഗ്നി, അവനടുത്തായി ഇപ്പൊ ചിരിച്ചുപോകുമെന്ന പോലെ നിൽക്കുന്ന മോഹൻ, കയ്യിൽ ഒരു പ്ലേറ്റും പിടിച്ച് കുറച്ച് പിറകിലായി ചിത്തു കണ്ണും പിഴിച്ച് നിൽക്കുന്നുണ്ട്. അവർക്ക് നേരെ അപ്പുറത്ത് പൊന്നൂനെ അപ്പൂനെയും പകപ്പോടെ നോക്കുന്ന സൗബി. അപ്പു ആകെ വിളറി വെളുത്തുപോയി. എല്ലാരും കണ്ടു, ഇവളെയും കൂട്ടിപ്പോയി ചത്താലോ? അപ്പു ദയനീയമായി മനസ്സിൽ പറഞ്ഞു. അവൻ അതേ ദയനീയ ഭാവത്തോടെ അഗ്നിയെ ഒന്നുകൂടി നോക്കിയപ്പോ അഗ്നി കള്ളച്ചിരിയോടെ അവനെ നോക്കി തലയാട്ടുന്നുണ്ട്. അയ്യേ, ഞാൻ അറിഞ്ഞോണ്ടല്ല, ഇവളാ എന്നെ എന്ന് അപ്പൂന് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും നാക്ക് വിലങ്ങിയ പോലെ. അവൻ പൊന്നൂനെ ഒന്ന് പാളി നോക്കി. പെണ്ണ് അപ്പോഴും റിലേ പോയതുപോലെ അപ്പൂനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. തുടരും.